പറയണ്ട എന്ന് വിചാരിച്ചതാണ്. നിങ്ങളെ പിന്നെ ആരോഗ്യ പ്രശ്നമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ണിൻ്റെ കാഴ്ച. ഞാൻ നിയമസഭാ സ്പീക്കറായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴെങ്കിലും ഞാൻ കണ്ണാടി വെച്ച് വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ണാടി വെച്ച് ഞാൻ എഴുതുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ണാടി വെച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്നും എഴുതാനും വായിക്കാനും കാണാനും എനിക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല. അതൊന്ന്. നിയമസഭയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിയമസഭയിൽ ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്ന 1 മണിക്കൂർ MLA-മാരിരുന്നുണ്ട്. അപ്പം കൈപോക്കും. ആദ്യത്തെ 5 പേരെ അല്ലാതെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അപ്പം കൈപോക്കുന്നതാണ്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസിലുള്ള ആളിനെ കാണുകയും ആ MLA-യുടെ പേര് നമ്മൾ എഴുതി വയ്ക്കുകയും അങ്ങനെ 10-25 പേര് ഒരുമിച്ച് ഒരു ചോദ്യം വരുമ്പോൾ കൈ കാണിക്കും. അവരുടെ പേര് എഴുതി വെച്ചിട്ട് അവരെ ഇരിക്കുന്ന സീറ്റ് നമ്മൾ മനസ്സിലാക്കും, അവരുടെ പേര് നമ്മൾ എഴുതും, അവരെ കാണാം, വായിക്കാം. അപ്പോൾ എഴുതാൻ കണ്ണാടി വേണ്ട, വായിക്കാൻ കണ്ണാടി വേണ്ട, യാത്ര ചെയ്യാൻ കണ്ണാടി വേണ്ട. ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ണാടി വെച്ച് പോകുന്നത് കണ്ടിട്ടില്ല. എന്നിട്ടും പറയുന്നു എനിക്ക് കാഴ്ചയില്ല. ഇതാർക്ക് വിശ്വസിക്കാൻ കഴിയും? അതൊന്ന്. 2, ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം വന്നു എന്നുള്ളത് ഞാൻ പറയാം. അതുകൂടി അറിയണം. പത്രസമ്മേളനത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. 98-ൽ ലീഡർ തിരുവനന്തപുരം പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതിനു മുമ്പുള്ള രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നീല ലോഹിദാസ് 1 പ്രാവശ്യം തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിച്ചു, MP ആയി. ചാൾസ് സാറ് 3 പ്രാവശ്യം മത്സരിച്ചു, MP ആയി. അടുത്ത് ലീഡർ മത്സരിക്കാൻ താല്പര്യം കാണിച്ചു. അപ്പം ലീഡർ കോൺഗ്രസ്സുകാരനായ എന്നെയാണ് ലീഡർ ഏറ്റവും പ്രധാനമായി കണ്ടത്. എൻ്റെ അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു ലീഡർ മത്സരിക്കണം, ലീഡർ ഉറപ്പായി ജയിക്കും എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലീഡർ മത്സരിക്കുന്നത്, ജയിക്കുന്നത്. അന്ന് കോവളം നിയോജകമണ്ഡലം ഒരുപാട് പുറകിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ലീഡർ എന്നോട് പറഞ്ഞു, കോവളം നേമം നിയോജകമണ്ഡലങ്ങൾ നമ്മൾ പുറകിൽ പോയാൽ ജയിക്കില്ല, അതുകൊണ്ട് ശക്തൻ തന്നെ അവിടെ ഇറങ്ങി അത് പ്രത്യേകമായി കാണണം, ആ 2 നിയോജകമണ്ഡലവും വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് കുറേ ചെറുപ്പമാണല്ലോ, വർഷം 28 വർഷത്തിന് മുമ്പുമാണ്. രാത്രിയും പകലും മുഴുവൻ ഒരുപോലെ, ഉച്ചയ്ക്ക് 10 മിനിറ്റ് പോലും ഞാൻ റെസ്റ്റ് എടുക്കാതെ മുഴുവൻ സ്ഥലത്തും ഈ വെയിലിലും കുന്നിലും മലയിലും എല്ലാം കയറി ഇറങ്ങി വർക്ക് ചെയ്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരെയാണ് ചോദിച്ച ചോദ്യത്തിൻ്റെ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടായി. സാധാരണ അതിനെപ്പറ്റി സീരിയസ്നെസ് അറിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായാൽ ചിലർക്ക് ചില നിയന്ത്രണം വരും. നിയന്ത്രണം വരുമ്പോൾ എനിക്ക് നല്ലൊരു ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത്. അന്ന് മധുരയിലായിരുന്നു, ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്. ട്രിവാൻഡ്രത്ത് ചക്രവർത്തി ഐ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ മീന ചക്രവർത്തി. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇത് അല്പം നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഒരിക്കലും കുനിഞ്ഞ് കൈ കൊണ്ട് കാലിൽ തുടരുത്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞ അതേ ഇത് ഞാൻ ഇപ്പോഴും അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട്. അത് കാലിൽ തൊടില്ല. അതാണ് ചെരുപ്പഴിക്കുന്ന വിവാദം വന്നത്. ഇന്നും ഞാനത് ശ്രദ്ധിക്കുന്നു. ഞാൻ സ്വയം കാലിലെ ചെരുപ്പഴിക്കില്ല. അഴിച്ചാൽ എനിക്ക് ആ അസുഖം വരുമെന്ന്. 28 വർഷത്തിന് മുമ്പ് ആ ബ്ലീഡിങ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കാഴ്ച, നല്ല കാഴ്ചയുണ്ട്, പൂർണ്ണമായ കാഴ്ചയുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ ചെരുപ്പഴിക്കുന്ന വിവാദം വന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു റിമാർക്ക് വന്നതാണ് ഈ ചെരുപ്പഴിക്കുന്നതും ഈ കാഴ്ചയുടെ പ്രശ്നവും. അത് ലീഡറുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അന്ന് ലീഡർ വീട്ടിൽ വന്നു. എൻ്റെ തുടർ ചികിത്സ എല്ലാം ലീഡർ തന്നെയാണ് നടത്തിച്ചത്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇന്നെനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അത് കംപ്ലീറ്റ് മാറിയത് കൊണ്ടാണ് ഈ 28 വർഷത്തിന് ശേഷവും എഴുതാനും വായിക്കാനും ഒക്കെ എനിക്ക് കണ്ണാടിയുടെ ആവശ്യമില്ലാത്തത്.